ജൂൺ 4 വോട്ടെണ്ണൽ രാവിലെ 8 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടക്കമിടുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര. ഗവൺമെന്റ് വിക്ടോറിയ കോളേജാണ് വോട്ടെണ്ണൽ കേന്ദ്രം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ 1329 വീതം പോളിംഗ് സ്റ്റേഷനുകളിലേത് വിക്ടോറിയ കോളേജിലെ പുതിയ ബ്ലോക്കിലും, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങളിലെ 1156 പോളിംഗ് സ്റ്റേഷനുകളിലേത് പഴയ ബ്ലോക്കിലുമായി എണ്ണും. പാലക്കാട് 10, ആലത്തൂർ 5 വീതം സ്ഥാനാർത്ഥികളാണുള്ളത്. ജൂൺ 4 രാവിലെ 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകളാവും ആദ്യം എണ്ണിത്തുടങ്ങുക. തുടർന്ന് സ്ഥാനാർത്ഥികളെയോ സ്ഥാനാർത്ഥി പ്രതിനിധികളെയോ സാക്ഷിയാക്കി സ്ട്രോങ് റൂമുകളുടെ സീലിംഗ് നീക്കി വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ ഹാളുകളിലെത്തിച്ച് മേശകളിൽ സജ്ജീകരിച്ച് 8:30 മുതൽ എണ്ണാൻ തുടങ്ങും. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ 7 നിയമസഭാ മണ്ഡലങ്ങൾക്കായി 7 വോട്ടെണ്ണൽ ഹാളുകളാണുള്ളത്. ഓരോ വോട്ടെണ്ണൽ ഹാളുകളിലും 14 മേശകൾ വീതം മൊത്തം 98 മേശകൾ സജ്ജീകരിക്കും. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ 7 നിയമസഭാ മണ്ഡലങ്ങൾക്കായി 11 കൗണ്ടിംഗ് ഹാളുകളിലായി 91 മേശകൾ സജ്ജീകരിക്കും. ഓരോ വോട്ടെണ്ണൽ ഹാളുകളിലും ആദ്യത്തെ മേശ വിവിപാറ്റ് കൗണ്ടിംഗ് ബൂത്തായി വേർതിരിച്ച് സജ്ജീകരിച്ചിരിക്കും. അവയ്ക്കകത്തായിരിക്കും വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണുക. വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോ ചിത്രീകരണം നടത്തുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓരോ നിയമസഭാ മണ്ഡലത്തിന്റെയും സ്ട്രോങ് റൂം മുതൽ കൗണ്ടിംഗ് സെന്റർ വരെ ബാരിക്കേഡഡ് പാത്വേ ആണ്. ആ ബാരിക്കേഡഡ് പാത്വേയിൽ കൂടെ മറ്റ് മണ്ഡലങ്ങളുടെ EVM-കൾ യാതൊരു കാരണവശാലും പാസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ സെക്യൂർഡ് ആയിട്ടുള്ള പാത്വേ മഴവെള്ളം വീഴാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റണ്ണേഴ്സാണ് ആ മെഷീനുകൾ അതാത് കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഓരോ റൗണ്ടും, അതായത് നിലവിൽ പാലക്കാട് 7 ഹോളുകളാണുള്ളത്. താഴത്തെ നിലയിൽ 3 ഹോളുകൾ, മുകളിലത്തെ നിലയിൽ 3 ഹോളുകൾ. ഈ ഓരോ ഹോളുകളിലും ഓരോ റൗണ്ട് പാലക്കാട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ 14 ടേബിളുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആലത്തൂർ പഴയ ബ്ലോക്കിലായതുകൊണ്ട് ചില ക്ലാസ് റൂമുകൾ ചെറുതാണ്, ചില ക്ലാസ് റൂമുകളിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 11 ഹോളുകളാണ് ആലത്തൂർ മണ്ഡലത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചില മണ്ഡലങ്ങളുടേത് 2 ഹോളുകളിലായിട്ടായിരിക്കും എണ്ണുക. അപ്പോൾ അത് 16 റൗണ്ടുകളാണ് മാക്സിമം വരിക ചില മണ്ഡലങ്ങൾക്ക് മാത്രം. അതായത് പാലക്കാട് എടുക്കുകയാണെങ്കിൽ മലമ്പുഴയും ഒറ്റപ്പാലവുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ വരിക. ഈ 2 മണ്ഡലങ്ങളിലും 16 റൗണ്ടുകൾ വരും. മറ്റുള്ളിടത്ത് അതിൽ കുറച്ച് റൗണ്ടുകളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മീഡിയ സെൻറ്റർ വരെ മൊബൈൽ ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് ആർക്കും AROമാർ, ഒബ്സർവർമാർ, പിന്നെ എൻകോർ സോഫ്റ്റ്വെയറിൽ OTP ലഭ്യമാക്കുന്നതിനായിട്ട് ചില ഉദ്യോഗസ്ഥരെ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. ഇവരല്ലാതെ മറ്റാർക്കും നിലവിൽ മൊബൈൽ ഫോൺ കൗണ്ടിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാനുള്ള അനുവാദം ഇല്ല. അപ്പോൾ അത് സ്ട്രിക്റ്റായിട്ട് തന്നെ നടപ്പാക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.